വെൽക്കം ടു താടിയും പൊട്ടും ടോക്സ് ഗൈസ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ടോക്ക് എന്ന് വെച്ചാൽ ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ. അങ്ങനെ പറഞ്ഞാൽ അറിയാത്തവരാരുമില്ല അല്ലെ? അതെ, കാമുകനെ തന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തു നിന്നും നിശേഷം ഇല്ലാതാക്കാൻ വേണ്ടി ജ്യൂസില്, കഷായത്തില് വിഷം ചേർത്ത് അത് ഒരു ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ആ പാവത്തിനെ കൊണ്ട് കുടിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്ന ആ കഷായം ഗ്രീഷ്മ. അതെ, കഷായം ഗ്രീഷ്മ എവിടെയാണ് ഇപ്പോൾ? നമ്മുടെ വിഷ്ണുപ്രിയയെ കൊന്ന ശ്യാംജിത്തിന് ഈ വിധി വന്നപ്പോൾ ഞാനത് ആലോചിച്ചാണ്, ഈ ഗ്രീഷ്മയ്ക്ക് എപ്പോൾ വിധി വരും? ഗ്രീഷ്മ എന്ത് ചെയ്യുന്നു? ഒരു പക്ഷെ ഗ്രീഷ്മേനെ ഷാരോണായിരുന്നു കൊന്നതെങ്കിൽ ഒരു പക്ഷെ വിധി ഇതുപോലെ വരുമായിരിക്കാം. ഇതിപ്പോ ഷാരോണാണ് മരിച്ചത്, ഗ്രീഷ്മ ഒരു പെണ്ണായിരുന്നു കൊണ്ടാണോ ഗ്രീഷ്മയെ സംരക്ഷിച്ചു പോകുന്നത് നമുക്കറിയില്ല. എന്നാലും കഷായ ഗ്രീഷ്മ ഇപ്പൊ എവിടെയുണ്ട്? കഷായ ഗ്രീഷ്മയുടെ ഞെട്ടിപ്പിക്കുന്ന ചില തെളിവുകൾ, കഷായ ഗ്രീഷ്മ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും തുറന്ന പറച്ചിലും നമുക്ക് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. കുട്ടി ഇപ്പോൾ നാഗർകോവിലാണ് താമസിക്കുന്നതെന്നാണ് എൻ്റെ അറിവ്. ഗ്രീഷ്മയുടെ ട്രയൽ നടക്കുന്നത് നെയ്യാറ്റിൻകര കോടതിയിലാണ്. നെയ്യാറ്റിൻകര കോടതിയിൽ ഈ കുട്ടി ട്രയലിന് വിചാരണയ്ക്ക് വരുന്നുണ്ട്. വിചാരണയ്ക്ക് വന്ന സമയത്ത് ഒരു ദിവസം വരുന്ന വണ്ടി, പല ദിവസവും പല വണ്ടിയിലാണ് ഈ കുട്ടി അവിടെ വരുന്നത്. വിചാരണയ്ക്ക് പല വണ്ടികളിലാണ്. അപ്പോൾ അവിടെ വന്ന ഒരു വണ്ടിയുടെ ഡ്രൈവർ വഴിയാണ് ഈ കുട്ടി നാഗർകോവിലാണെന്ന് ഞാൻ അറിഞ്ഞത്. വരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി നാഗർകോവിലിൽ നിന്ന് കളിക്കേവള വരും. അവിടെ നിന്ന് വണ്ടി ബുക്ക് ചെയ്യും. ഓരോ ദിവസം ഓരോ വണ്ടിയാണ് ബുക്ക് ചെയ്ത് നെയ്യാറ്റിൻകര കോടതിയിൽ വരും. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഡ്രൈവറോട് സംസാരിച്ചപ്പോഴാണ് ഈ കുട്ടി എവിടെയാണ്, നാഗർകോവിലാണെന്ന് പറഞ്ഞത്. രാമോർവഞ്ചിറയിലായിരുന്നു ഇവരുടെ വീട്. ഈ ഷാരോൺ മരിക്കുന്നതും വിഷം കൊടുക്കുന്ന അവിടെ വെച്ചിട്ടാണ്. അത് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ ക്രൈം നടന്നിരിക്കുന്നത്. ട്രയൽ കിടക്കുന്നത് നെയ്യാറ്റിൻകര കോടതിയിൽ. തമിഴ്നാട്ടിലോട്ട് മാറ്റി കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഗ്രീഷ്മ പോയി. അതിന്റെ വേർഡിക്റ്റ് വന്നിട്ടില്ല, വിധി വന്നിട്ടില്ല. അപ്പൊ അതിന്റെ വിധി വരുന്നത് വരെ ഇപ്പൊ വിചാരണ നിർത്തിവെച്ചിരിക്കുകയാണ്. ഗ്രീഷ്മയുടെ വിചാരണ നിർത്തിവെച്ചിരിക്കുകയാണ്. ഗ്രീഷ്മ ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഗ്രീഷ്മ ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്ന ഇൻ ദ സെൻസ്, സമൂഹത്തിനിടയിൽ ഗ്രീഷ്മ എങ്ങനെയാ ജീവിക്കുന്നത്? സമൂഹമൊന്നും ഗ്രീഷ്മയ്ക്ക് അത് ഒരു മൈൻഡുള്ള കാര്യമല്ല. ഗ്രീഷ്മ സംസാരിക്കണം. ഈ സംഭവം നടക്കുന്നത് വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള കുട്ടി. പിന്നെ ഇതൊക്കെ വളരെ, നമ്മൾ നേരത്തെ ഒരു ഗുണ്ടകളുടെ കഥ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആണെന്ന് കരുതുന്ന ഒരാളാണ് ഗ്രീഷ്മ. ഗ്രീഷ്മ എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. ഈ സംഭവം നടന്നതിന്റെ ഷാരോൺ മരിച്ചിട്ട് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴും മറ്റോ, അപ്പോഴൊന്നും ഈ കുട്ടിയെ ആരും പ്രതി എന്നുള്ള രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ കുട്ടിയാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വരുന്നതുമില്ല എന്നുള്ള അതുവരെ പോയി. അതെ, നമ്മൾ ഈ ഷാരോൺ മരിച്ചെന്ന് ഒരു സംശയത്തിന്റെ നിഴലിൽ കൊണ്ടു നടക്കുന്ന പോലെയാണ് അവളെ കൊണ്ടുവന്നത്. അവളെ പ്രതിയായിട്ട് ഗ്രീഷ്മേനെ ചിത്രീകരിക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഏതൊരു ടൂറിന്, ഒരു പിക്നിക്ക് പോകുന്ന ഒരു മൂഡിലാണ് പോലീസുകാരുടെ കൂടെ തെളിവെടുപ്പിന് വരുന്നതും, ചിരിച്ച് കളിച്ച്. പോലീസുകാരാണെങ്കിൽ പിന്നെ പറയും വേണ്ട, ഏതൊരു സിനിമ താരത്തിനൊപ്പം പോകുന്ന പോലെയാണ് ഈ കൊല ചെയ്ത ഒരു പെൺകുട്ടീനെ കൊണ്ട് നടക്കുന്നതും അവളായിട്ട് മിങ്കിൾ ചെയ്യുന്നതും. അത് മാത്രമല്ല, ആ സമയത്ത് ഒരു വനിതാ പോലീസ് പറഞ്ഞത് വീഡിയോയിൽ ഉണ്ടായിരുന്നു, അവൾ വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ്, വളരെ നല്ല കുട്ടിയാണ്, പാവം കുട്ടിയാണെന്നൊക്കെ അല്ലെ. ഏത് വിഷം കൊടുത്ത് തന്റെ കാമുകനെ കൊന്ന ആ ഒരു പ്രതിനെ പറ്റിയിട്ടാണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരാൾ ഇത് പറയുന്നത് അല്ലെ. ഒരു ചെറിയ എന്താ പറയാ, ഒരു ചെറിയ കുട്ടികൾ പോലും കൊല ചെയ്താൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലേക്ക് ചെന്നാൽ അവർക്കുള്ള ശിക്ഷ വരെ വലുതായി കൊടുക്കുന്ന ഇന്നത്തെ കാലത്താണ് ഗ്രീഷ്മയെ പോലുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു കൂട്ടം പോലീസുകാർ ഇങ്ങനെ നടക്കുന്നത്. പെണ്ണായതുകൊണ്ട് മാത്രമായിരിക്കും അത്. ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് അന്നും ഇന്നും താൻ കുറ്റം ചെയ്ത ഒരു ഇതും അവളുടെ മൈൻഡ് സെറ്റിലില്ല, ആരെയും പേടിയില്ല. പിന്നെന്താ പറയാ, ഈ സമൂഹത്തും അവളുടെ നേരെ വരുന്ന ക്യാമറകളോട് എന്തെങ്കിലും പറയാണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് അവള് പോകുന്നത്. ഈ പറയുന്ന ഒരു കാമുകനായിരുന്ന ആ വ്യക്തിയെ കൊന്നതിന്റെ സങ്കടവും ഇല്ല. പോലീസും പറഞ്ഞിട്ടില്ല. പോലീസ് അവിടുത്തെ പാറശാല CI പറഞ്ഞത്, അയ്യോ ഇത്ര നല്ല കുട്ടി, ഇത്ര ധനിക്കുകയാണ്. അത് പറഞ്ഞത് SP ആണ് പറഞ്ഞത്. അത് SP ആയിരുന്നു പറഞ്ഞത്. റാങ്കുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. വളരെ കാലിബറുള്ള കുട്ടിയാണ്. ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. CI ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു. CI പറഞ്ഞത് വളരെ പാവപ്പെട്ടൊരു കുട്ടി, ആ കുട്ടി വളരെ നിഷ്കളങ്കയായിട്ടുള്ള കുട്ടിയാണ്. ഞാൻ ഇതിൽ സ്റ്റേറ്റ്മെന്റ് പിടിച്ചേക്കണമെന്നറിയോ? ഇവിടെ പറഞ്ഞു, ഒരു ആയുർവേദ ഡോക്ടർ നൽകിയ കഷായം, ഞാൻ കുടിച്ച കഷായമാണ് ഞാൻ ഷാരോണിന് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇവള് പറഞ്ഞതുപോലെ ഒരു ഡോക്ടറുടെ പേരും പറഞ്ഞു. ഞാൻ എന്തോ എന്ന് വെച്ചാൽ ഞാനിത് കേട്ടിട്ട് ഞാനിത് ക്യാച്ച് ചെയ്തു.
ഞാൻ ഈ ഡോക്ടറെ തപ്പിയെടുത്തു. ഈ ഡോക്ടറെ തപ്പിയെടുത്തപ്പോൾ പാറശാലയിൽ നിന്ന് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയിട്ട് 2 വർഷമായി. അദ്ദേഹം കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ ഇപ്പം ഇല്ല ഇവിടെ ഇല്ല, അയാൾ പോയിട്ട് 2 വർഷമായിരുന്നു. ഞാൻ ഇയാളുടെ ബൈറ്റ് ഞാനിത് റെക്കോർഡ് ചെയ്തു. അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാനിത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. പെർമിഷൻ അദ്ദേഹത്തോട് ചോദിച്ചു. കൊടുത്തോ, ഞാൻ എൻ്റെ പേര് എന്തിനാണ് വലിച്ചയക്കുന്നത് അദ്ദേഹം പറഞ്ഞു. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കള്ളിയാണെന്ന്. ആള് ഇതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അതുകൊണ്ട് ഷാരൂൺ വലിച്ചതിന്റെ പിറ്റേ ദിവസം കണ്ടാണെന്ന് തോന്നി സംഭവം. അന്നേരം തന്നെ നമ്മൾ ക്യാച്ച് ചെയ്തു. എനിക്ക് ഒരു ചിരിയായി, ഈ പോലീസ് ബുദ്ധിയുണ്ട്. അന്നേരം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എന്റെ സാധനം, ഞാൻ ഈ വീഡിയോ, എന്റെ കയ്യിൽ ഒരു വീഡിയോ വന്നു. അതന്നേരം എയറിൽ വന്നിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇതിൽ ഒരു ജ്യൂസ് ചലഞ്ച് ഉണ്ടായിരുന്നു. ജ്യൂസ് ചലഞ്ച്, ഒരു മാംഗോ ജ്യൂസിന്റെ 2 കുപ്പികൾ, ഒന്ന് ഷാരൂണിന് കൊടുക്കുന്നു, ഒന്ന് ഇവളും കുടിക്കാൻ വേണ്ടി വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോ എന്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു സാധനം, ഈ നമ്മൾ പുതുതായിട്ടൊരു കുപ്പി തുറക്കുമ്പോൾ ഒരു പ്രസ് കൊടുക്കത്തില്ലേ, സീലുണ്ടായിരിക്കും. അതങ്ങനെയല്ലേ തുറക്കുന്നത്. ഇവൾ കുടിക്കുന്ന കുപ്പിയില് വളരെ സ്മൂത്തായിട്ട്, അല്ല ഇവർ കൊടുത്ത കുപ്പി നേരത്തെ പൊട്ടിച്ചതാണ്. അതാ തിരിക്കുമ്പോൾ ആ വീഡിയോ ധനുഷത്തിൽ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ അത് ക്യാച്ച് ചെയ്തു. അപ്പം അതും ഞാൻ ക്യാച്ച് ചെയ്തു. എനിക്ക് അന്നേരം മനസ്സിലായി ഉടായിപ്പാണെന്ന് പറഞ്ഞു. ഞാൻ ഈ രീതിയിൽ വാർത്തകൾ കൊടുത്തോടെ. അങ്ങനെ അത് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ എനിക്ക് കോൾ വന്നു. ഇപ്പോഴും എന്റെ ഫോണിൽ നമ്പറുടെ സാക്ഷാൽ ഭീഷ്മ. ഞാൻ ആ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് സേവ് വെച്ചിരിക്കുന്നത് ഷാരൂൺ ലവർ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്, ഭീഷ്മയുടെ നമ്പർ. അപ്പോ അതങ്ങനെ എനിക്ക് ഞാൻ അന്നേരം എനിക്ക് എന്റെ മൈൻഡ് അങ്ങനെ വന്നത്. ഒരു രാത്രി എനിക്ക് തോന്നുന്നു 8:30 മണിക്ക് മറ്റാണ് എനിക്ക് കോൾ വരുന്നത്. 8:30 മണിക്ക് മറ്റാണ് ഞാൻ സ്വകാര്യ ചാനൽ റിപ്പോർട്ടർ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഗ്രീഷ്മയാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ, ഞാൻ ചോദിച്ചു ഗ്രീഷ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഏത് ഗ്രീഷ്മ, നീ ഇപ്പൊ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നില്ല ആ കുട്ടിയാ ഞാനെന്ന് പറഞ്ഞു. നീ എന്തൊക്കെ എടുത്ത് കൊടുക്കുന്നു, വാർത്ത കൊടുക്കുന്നത്? ഞാനാണോ എന്റെ ഏട്ടനെ കൊന്നത്? എന്റെ ഏട്ടനെ കൊന്നത് ഞാനാണോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനിങ്ങനെ ചെയ്യുമോ? അത് ശരി. ഈ പുള്ളിക്കാരൻ ആ ഈ ജ്യൂസ് ചലഞ്ചിന്റെ വീഡിയോസ് ഒക്കെ അന്ന് ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു. ഈ കഷായം ഗ്രീഷ്മയുടെ കേസ് ഷാരോണ്ടി നടക്കുന്ന സമയത്ത്. അപ്പൊ ആ ജ്യൂസ് ചലഞ്ചിന്റെ കാര്യത്തിൽ ആ ജ്യൂസിന്റെ കുപ്പി പൊട്ടിക്കുന്ന ആ വീഡിയോ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയതായി ഓപ്പൺ ചെയ്യണതാണെങ്കിൽ നമുക്കൊരു സീലുണ്ടാവും, ഇങ്ങനെ പൊട്ടിക്കാനുള്ള സാധനം ഉണ്ടാവില്ലേ. ഇത് ആ ഷാരോണിന് കൊടുത്ത കുപ്പി സിമ്പിളായിട്ട് തുറന്നിട്ടാണ് ചെയ്യണത്. അപ്പൊ തന്നെ പിടിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ ആ ആയുർവേദ ഡോക്ടറെ ചോദിച്ചപ്പോ അങ്ങേര് 2 കൊല്ലം മുന്നേ അവിടുന്ന് പോയതാണ്. നിന്റെ പേര് ഞാൻ ആത്മഹത്യ ഞാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു കേട്ടോ, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു നീ ചെയ്യാൻ പറഞ്ഞു, നീയാണ് ചെയ്തതെന്ന് കൃത്യമായിട്ടുണ്ട്, നീ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ളിൽ നിന്നെ പോലീസ് തൂക്കുമെന്ന് പറഞ്ഞു. അതിലേക്കാണ് പോകാൻ പറഞ്ഞു. നീ ഒരാളാണ്, എല്ലാ മീഡിയയ്ക്കും ഒരു മീഡിയയും എന്റെ പേര് പറയുന്നില്ല, നീയാണ് എന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇനിയും പറയുന്നു, നീയാണ് ചെയ്തത്, നീയാണ് എന്നെനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്, നീയാണ് ചെയ്തിരിക്കുന്നത്. പോലീസ് പറയുന്നുണ്ടല്ലോ ഞാനല്ല, ഞാൻ ചെയ്തിട്ടില്ലെന്ന് പോലീസിന് ബോധ്യപ്പെടുന്നുണ്ടല്ലോ, ഷാരോന്റെ വീട്ടുകാർക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ കാണിച്ച തട്ടിപ്പ് എന്താണെന്ന് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഇത്രയും വർഷം ഇതിനകത്ത് നിന്ന ആളാണ്, എനിക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവുന്നു. ഏതാണ്ട് ഒരു 1.5 മിനിറ്റോളം ഞങ്ങൾ തർക്കം ഉണ്ടായി. അവസാനം ഞാൻ കട്ട് ചെയ്യാമെന്ന് പറയാൻ പോലെ നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോയി. ഇല്ല, അവളത് ചെയ്യില്ലാന്ന് എനിക്കറിയാം. നല്ല കച്ചവടമാണ്. അവൾ ആത്മഹത്യ ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ ഒരുപാട് കോൾ റെക്കോർഡിങ്സ് ഈ ഷാരൂണുമായിട്ട് ഇവൻ ഈ വയ്യാതെ കിടക്കുന്ന സമയത്ത് സംസാരിച്ച ഇവന്റെ സജിൻ എന്ന് പറഞ്ഞ ഷാരൂണിന്റെ സഹോദരനുണ്ട്, സജിനുമായിട്ട് സംസാരിച്ചൊക്കെ കോൾ റെക്കോർഡിങ് ഞാൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലാക്കി ഇവൾ ഏത് റേഞ്ചിലാണെന്ന്. അവൾ അത് ചെയ്യില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എന്താ കഷായത്തിൽ എന്താ കലക്കി കൊടുത്തത്? കഷായത്തിൽ ഒരു വിഷം കലക്കി കൊടുത്തത്, അത് നമ്മുടെ ഈ വാഴയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിഷം. അതിമാരകമായിട്ടുള്ള സംഭവം. കാരണം ഭയങ്കര ഡോക്ടറിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്താ നടക്കുന്നതെന്ന്. ഈ കരളും കുടലും ഹൃദയവും ഒക്കെ ദ്രവിച്ചു പോയ ശേഷമാണ് പോലീസിന് ഡോക്ടർക്ക് മനസ്സിലായത് ഇവന്റെ മരണം. അത് ശരിയാണ്. ഈ പറയുന്ന പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് ഗ്രീഷ്മയുടെ പേര് വീഡിയോയിൽ പുറത്തു വിട്ട് പറയാൻ തുടങ്ങിയത്. ബാക്കിയുള്ളവരൊക്കെ പ്രതി അല്ലെങ്കിൽ കാമുകി അങ്ങനെയൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഗ്രീഷ്മ ഇവളിനെ നേരിട്ട് വിളിച്ച് എൻ്റെ ഏട്ടനെ ഞാൻ കൊല്ലുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര തിക്കും തിരക്കും ഭീഷണിയായിരുന്നു. ഞാൻ നിന്റെ പേര് തിരിച്ച് ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവനറിയാം അവൾ അങ്ങനത്തെ ഭയങ്കരമായിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നില്ല. ഇനിയും അത് അങ്ങനെ തന്നെ പേര് പറയുന്നു ഒക്കെ പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ഈ പറയുന്ന ഷാരോൺ മരിച്ചത് എന്താ പറയുക വളരെ വിഷമം തോന്നുന്ന രീതിയിൽ. കാരണം ഹൃദയവും എന്താ പറയുക കുടലും
എല്ലാം നമ്മുടെ ആന്തരികാവയവങ്ങളെല്ലാതും ദ്രവിച്ചാണ് മരിച്ചത്. അമ്മ അത് സാധനം ഈ വാഴയ്ക്ക് കടിക്കുന്ന പോലത്തെ ഒരു സാധനമാണ് കഷായത്തിൽ കലക്കിയിട്ട് ജ്യൂസിൽ കൊടുത്തത്. ഡോക്ടർമാർക്ക് തന്നെ എന്താ ഈ സംഭവിക്കണമെന്ന് ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് അവർക്ക് മനസ്സിലായത്. അത് മാത്രമല്ല ഷാരോന്റെ അച്ഛനൊക്കെ ആ സമയത്ത് പറഞ്ഞത് ഓർമ്മ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതാണ് അവൻ മരിച്ചത്. ഭയങ്കര ഒരു അമ്മാതിരി ഒരു മരണമാണ് ഈ പെണ്ണ് കാമുകന് വേണ്ടി തയ്യാറാക്കി പ്ലാൻ ചെയ്ത് കൊടുത്തത് എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര വിഷമം തോന്നും അവരുടെ അച്ഛൻ്റെയൊക്കെ ആ സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ. ഭയങ്കര ഭീകരമായിരുന്നു ഈ പയ്യന്റെ മരണം. ഭയങ്കര ഭീകരമായിരുന്നു. ഇവൻ ആദ്യത്തെ ദിവസം ഇവൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇവൻ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ, രാമവർമ്മൻ ചിറയിൽ ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഫുഡ് പോയിസൺ ആണെന്ന് വിചാരിച്ചു. ഇവൻ വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ ഒരു അവസാന നിമിഷം വരെയും ഇവൻ ഇത് പറഞ്ഞില്ല. പെണ്ണിന്റെ പേര് അവള് ചെയ്തെന്ന് പറഞ്ഞില്ല. അവന്റെ മെസ്സേജ് ഒക്കെ വായിച്ച വളരെ സങ്കടകരമാണ്. ഇവൻ അയച്ചേക്കുന്ന മെസ്സേജ് അവൾ അതിനോട് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഇവൻ ഏറ്റവും അവസാനം പച്ച നിറത്തിൽ ഛർദ്ദിച്ചു തുടങ്ങി. അതായത് ഉരുകി പുറത്തേക്ക് വരില്ലേ, ഉരുകി പുറത്തേക്ക് വന്നു തുടങ്ങി. ഇവ ആ ഒരു ദിവസം വൈകിട്ട് വരെ വീട്ടിൽ കിടന്നു. ഇവനോട് പലരും ചോദിച്ചു, ഇവന്റെ അച്ഛൻ ചോദിച്ചു, ഇവന്റെ സഹോദരൻ ചോദിച്ചു, എല്ലാവരും ചോദിച്ചു കുഞ്ഞെ എന്ത് പറ്റടാന്ന് ചോദിച്ചു. അന്നേരവും പറഞ്ഞില്ല. ഇവൻ ആശുപത്രി ചെന്നപ്പോഴും പറഞ്ഞില്ല. ആശുപത്രി ചെന്നപ്പോൾ ഇവനോട് ഈ പറയുന്ന ഇവന്റെ സഹോദരൻ ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അന്നേരം ഉള്ള പേര് പറയാൻ അറിയില്ല. ഈ കേസിന്റെ ഒരു വലിയ പ്രശ്നം അതാണ്. അവളൊന്നും ചെയ്തിട്ടില്ല എന്ന മെസ്സേജ് ആണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ന് ദൃക്സാക്ഷി ഇല്ലാത്ത കേസാണ്. ഇതിനൊരു ദൃക്സാക്ഷി ഈ കേസിലില്ല. ഡിജിറ്റൽ എവിഡൻസ് എല്ലാം അവർക്ക് അനുകൂലമാണ്. പിന്നെ ഉള്ളത് പോലീസ് ഉണ്ടാക്കിയ ഒരു കുറ്റപത്രമാണ്. പിന്നെ ഈ കേസിന്റെ ഒരു വലിയൊരു പ്രശ്നം ഈ ക്രൈം നടന്നിരിക്കുന്ന തമിഴ്നാട്ടിലും ഇതിന്റെ വിചാരണ നടക്കുന്ന കേരളത്തിലും. പിന്നെ തമിഴ്നാട്ടിൽ കൊടുത്താലും ഊരിപ്പോവും. അവള് കേരളത്തിൽ വിചാരണ നടക്കുന്നതിനപ്പുറം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇത് അവൾ സിമ്പിളായിട്ട് ഊരിപ്പോകും. അത് അവൾക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഇതിന്റെ പിന്നെ കുറ്റപത്രം എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ പോലീസാണ്. അവിടുത്തെ പോലീസിന് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. പിന്നെ ഇവിടുത്തെ പോലീസ് അവിടെ പോയി സാക്ഷി പറയണം. ആ പുള്ളിക്കാരി ഒരു സൈനികനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഷാരോണിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതെന്തായി അപ്പോ ആ കാര്യങ്ങൾ? അയാൾ വേറെ കെട്ടിപ്പോയി. അയാൾ വേറെ കല്യാണമൊക്കെ കഴിച്ചു പോയി. ഷാരോണിനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് തന്നെ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്ലാൻ ചെയ്ത് തന്നെ മറ്റൊരു വിവാഹം, ഒരു മിലിറ്ററിക്കാരനായിട്ടുള്ള ഒരു വിവാഹം വീട്ടുകാർ ഉറപ്പിച്ച് അവൾക്ക് ഇഷ്ടമായിട്ട് അത് ഏകദേശം എല്ലാം സെറ്റ് ആയതുകൊണ്ടാണ് അയാളെ ഈ പറയുന്ന ഷാരോണിനെ ഒഴിവാക്കാനായിട്ട് അവള് ഈ ഒരു കടുങ്കൈ ചെയ്തത്. പക്ഷെ ആ പുള്ളി ഇപ്പോൾ വേറെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു. കാരണം അയാൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇത്രയോ ഒരു കൊടും ക്രിമിനൽ മൈൻഡുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഈ പയ്യനെയും ഈ ചെക്കനെ ഇപ്പൊ കെട്ടണ ചെക്കനെയും അവള് ഒരു പക്ഷെ ഇതികളും ക്രൂരമായി കൊന്നേനെ. അപ്പൊ അയാള് പിന്നെ ഇവൾക്ക് വേണ്ടി നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ ഗ്രീഷ്മയെ പറ്റി ഒരുപാട് ഈ ഷാരോണിന്റെ സഹോദരൻ പറഞ്ഞിരുന്നു, ജയിലില് ഇരിക്കുമ്പോ അവിടെ ട്രാൻസ്ജെൻഡറിന്റെ കൂടെ കഴിഞ്ഞിട്ട് എന്തോ ഗർഭിണിയായിരുന്നെന്നോ അങ്ങനത്തെ എന്തൊക്കെയോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാ പോലീസുകാരും ഈ പറയുന്ന ഗ്രീഷ്മയെ സംരക്ഷിച്ചുകൊണ്ട് പൊതിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അത് നമുക്കിപ്പോഴും പിടികിട്ടിയില്ല എന്താണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ വിഷ്ണുപ്രിയനെ കൊന്ന ശ്യാംജിത്തിന് ജീവപര്യന്തം കിട്ടി. അപ്പൊ പിന്നെ തിരിച്ചു അതുപോലെ തന്നെയാണ് കിട്ടുന്നത്. ഇതിലിപ്പോ സാക്ഷിയില്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പച്ചവെള്ളം പോലെ കറക്റ്റായിട്ട് അറിയാം. സാക്ഷി ഇല്ല എന്നതും പിന്നെ ഇതില് ഈ പറയുന്ന ശ്യാംബാബു പറയണ പോലെ നമ്മുടെ ഈ ലാസ്റ്റ് നിമിഷം വരെയും അതില് ഈ പറയുന്ന ഷാരോൺ അവളൊന്നും ചെയ്തിട്ടില്ല. കാരണം അവളെ അവിശ്വസിക്കണില്ല അവൻ. അങ്ങനത്തെ ഒരു വാട്സപ്പ് വോയിസ് ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ വേറെ ഒരു തെളിവും കാര്യമില്ലല്ലോ. പക്ഷെ അവിടെ ഏറ്റവും അവസാന നിമിഷത്താണ് അവിടെ നിന്ന് ഇങ്ങനെ അവിടെ പോയതും ഈ ജ്യൂസ് കുടിച്ച കാര്യമൊക്കെ പിന്നീട് അറിഞ്ഞത്. പിന്നെ ഇവർ ഈ കേസ് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി ഒരുപാട് തിക്കും തിരക്കും കൂട്ടി നടക്കുന്നുണ്ട് കോടതിയിൽ. പക്ഷെ ഇതുവരെ അതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടില്ല. ഇനിയിപ്പോ കേരളത്തിൽ കൊടുത്തിട്ട് തന്നെ സിമ്പിളായിട്ട് അവൾക്ക് എല്ലാ സംരക്ഷണവും കിട്ടി, ഒരു പ്രശ്നമില്ലാതെ ഒരു കൊലയാളിയാണെന്നുള്ള ഒരു ഭാവം ഇല്ലാതെ സുഖിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്നത്. വളരെ പാവം പിടിച്ച കഴിവുള്ള ഒരു പെൺകുട്ടി, ഒരു നല്ലൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കൊണ്ട് നടക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നടക്കണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടി ആകുമ്പോൾ പിന്നെ ഇനി ഈ കേസ് എങ്ങാണ്ട് തമിഴ്നാട്ടിലേക്കും കൂടി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പറ്റി നമ്മൾ നോക്കേ വേണ്ട. എന്താ പറയാ, ഇത് ഈ കേരളത്തിൽ നിന്ന് സിമ്പിളായിട്ട് ഇതുപോലെ ഉരി പോരാവുന്ന കാര്യങ്ങൾ അവൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ കേസ് തന്നെ മോൾ മറന്നേക്കുക, അങ്ങനെ ഒരു കേസേ ഉണ്ടാവില്ല, എല്ലാം ക്ലോസ് ചെയ്യും തോന്നുന്നുണ്ട്. കല്യാണം കഴിച്ച് പോയി എന്നാണ് എനിക്ക് കിട്ടിയ വിവരം.
അച്ഛനെയൊക്കെ പ്രതിയാക്കിയിരുന്നല്ലോ ഗ്രീഷ്മയുടെ. അമ്മാവനെ ആ. അച്ഛനെ വെറുതെ വിട്ടു. അച്ഛൻ ഇതുമായിട്ടൊരു യാതൊരു ബന്ധവുമില്ല. അയാളൊരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അയാൾ ഈ സംഭവം നടക്കുമ്പോഴൊന്നും സ്ഥലത്തില്ല. പിന്നെ ഉള്ളത് അമ്മാവൻ ഇവിടെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതിപ്പോ നമ്മുടെ അമ്മാവനാണെങ്കിലും നമ്മളെ രക്ഷിക്കാൻ നോക്കും. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും പേരിലുള്ള കുറ്റം എന്ന് പറയുന്നത് തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ്. അമ്മാവന്റെയും അമ്മയുടെയും പേരുള്ള കുറ്റപത്രം ഇവൾ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്തു, കൊന്നു. പിന്നെ ഇവൾ ഇതിനൊക്കെ അപ്പുറം ഇവൾ ആട്ടക്കുളം അങ്ങനെ ജയിലിൽ കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ അല്ലേ. അതിനകത്തൊക്കെ കാട്ടിക്കൂട്ടിയ ഒരുപാട് കഥകൾ, അതിനോടൊക്കെ കാട്ടിക്കൂട്ടിയ പരിപാടികൾ അത് വേറെ ലെവൽ. ഇവിടെ കയ്യിലിരിപ്പ് ഭയങ്കര പ്രശ്നമുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ. എപ്പോഴും പോലീസ് പറഞ്ഞത് ഗ്രീഷ്മ നല്ല നടപ്പായിരുന്നു ജയിലിനകത്ത് എന്നാണ് പോലീസ് ആ സമയത്തും പറഞ്ഞത്. പോലീസിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശരി, ഇപ്പൊ ഗ്രീഷ്മയുടെ ഈ വിചാരണ നടക്കുന്നു എന്ന് പറയുന്നു, എന്താ ഗ്രീഷ്മ ഊരിപ്പോരും? പോകാൻ സാധ്യത ഇവിടുത്തെ കോടതി ശിക്ഷിക്കും, ഈ കോടതിയൊക്കെ ശിക്ഷിക്കും. മേൽക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കേസിനെ പൊളിക്കാൻ പറ്റും. അതിനുള്ള വകുപ്പുകൾ ആ കുറ്റപത്രത്തിലുണ്ട്. ഉണ്ട്. പോലീസിന്റെ അനാസ്ഥയാണോ അതെ ഗ്രീഷ്മയുടെ മിടുക്കാണോ? അത് ഗ്രീഷ്മയുടെ മിടുക്കാണ്. ഗ്രീഷ്മയുടെ മിടുക്ക്. അവള് കോടതിയിൽ വരുന്നത് കൂളായിട്ടാണ് വരുന്നത്. അവൾക്ക് ഇവരുടെ വീട്ടിൽ ഏറ്റവും നന്നായി അറിയാവുന്ന, ഷാരൂണിന് ശേഷം അറിയാവുന്ന സജിനിയാണ്. സജിന എന്ന് പറയുന്ന ഷാരൂണിന്റെ ബന്ധുവിനെയാണ് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നത്. കാരണം ഈ ഷാരൂൺ മിക്കപ്പോഴും ചെല്ലുമ്പോഴൊക്കെ ഇവൻ കൂടെ ഉണ്ടാവാറുണ്ട്, ഇവൻ ഈ റിലേറ്റീവ് കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സജിനെ ഇവള് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചത് എന്താണെന്നുള്ള രീതിയിൽ ആണെന്നേ. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ സജിനുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ സജിൻ എന്നോട് പറഞ്ഞ കാര്യം അത്. അവനെ കാണുമ്പോൾ എന്താടാ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അവനെ ഇറിറ്റേറ്റ് ആക്കുമെന്ന്, അവനെ മാക്സിമം ഇറിറ്റേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്നോട് സംസാരിച്ചത് ധാർഷ്ട്യമാണ്, ഭയങ്കരമായ ധാർഷ്ട്യം. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു മാധ്യമ പ്രവർത്തനം അന്നില്ലായിരുന്നു. അതായത് ഇവളെ പോലീസ് ചെയ്തൊരു പരിപാടി, ഇവിടെ തെളിവെടുപ്പിന് വേണ്ടി വേളിയിൽ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും ഗ്രീഷ്മയുടെ കേസ് ഇങ്ങനെ കത്തിയിരിക്കുകയാണ്. ഇവിടെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തെളിവെടുപ്പിന് പോലീസിന്റെ കസ്റ്റഡി ഇരിക്കുകയാണ്. തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ മാധ്യമപ്രവർത്തകരും പോലീസിനെ വിളിച്ചു. പോലീസ് പറഞ്ഞില്ല, ഇന്നില്ലെന്ന് പറഞ്ഞു, ഇന്ന് നമ്മൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും നമ്മുടെ ഈ റൂറൽ SP ഓഫീസ് ഉണ്ടല്ലോ, അവിടെയാണ് ഇവളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവളെ പുറത്തേക്ക് എല്ലാവരും അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ മുഴുവൻ പിരിഞ്ഞു പോയി. ഞാൻ പോയില്ല. എനിക്ക് പോലീസിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. ഈ പോലീസ് കൊണ്ടുവരും എനിക്കറിയാം. ഞാൻ അവിടെ കാത്തുകെട്ടി കിടന്നു. ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കാറിന്റെ നമ്മളെല്ലാം സ്ഥാപനത്തിനുണ്ട് ഒരു സ്റ്റിക്കർ ഉണ്ടാവില്ല. സ്റ്റിക്കർ ഞാൻ ഇളക്കി മാറ്റിയിട്ട് ഈ വണ്ടിക്കകത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പോലീസിനൊരു പ്രത്യേകത ഉണ്ട്. പോലീസ് SP ഓഫീസിൽ ഇരിക്കുമ്പോൾ അവിടെ ക്യാമറയ്ക്കൂടെ കാണാൻ പറ്റും. ക്യാമറ കൂടെ അവിടെ SP ഓഫീസിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റും ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടികളും ഇതുമൊക്കെ. അത് പറഞ്ഞപ്പോൾ വേറെ സാറോട് പറയണമായിരുന്നു. അതായത് നമ്മുടെ ഈ സ്റ്റേഷനോ എല്ലാ സ്റ്റേഷനുകളിലും പ്രധാന സ്ഥലങ്ങളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഈ ജംഗ്ഷനുകളിലെല്ലാം. അവര് അവിടെ ഇരുന്ന് ഇത് കാണുന്നുണ്ട്, ഈ ജംഗ്ഷനൊക്കെ എന്താ നടക്കുന്നതെന്ന്. അപ്പൊ ഒരു സ്ഥലത്തെ സ്റ്റേഷന്റെ പരിധിയിൽ ഒരു കാർ സ്ഥിരമായി വന്ന് ബ്ലോക്ക് ഉണ്ടാക്കും. പുള്ളി എല്ലാ ദിവസവും വൈകിട്ട് 3:30 വന്ന് ബ്ലോക്ക് ഉണ്ടാക്കും. ഇത് സ്ഥിരം പോലീസ് കണ്ട് അവസാനം ഇങ്ങനെ പിടിച്ചോണ്ട് പുള്ളി ചായ പിടിക്കാൻ വരുന്നതാണ്. ചായ പിടിക്കാൻ വരുന്നിടത്ത് തട്ടടയിൽ വരുന്നതാണ്. അവിടെ ഒന്ന് സ്ഥിരം പുള്ളി അപ്പൊ ഒരു 4:30 വന്ന് ബ്ലോക്ക് ഉണ്ടാക്കുക. അവർ 10-15 മിനിറ്റ് പുള്ളി ബ്ലോക്ക് വെച്ചോണ്ട് ഞാൻ വന്നോന്നറിയാം പോലീസ് പിടിച്ചത്. നമ്മൾ പറഞ്ഞു തന്നത് ഗ്രീഷ്മയുടെ തെളിവെടുപ്പ്. അങ്ങനെ പോലീസ് ഇവളെ പുറത്തിറക്കി ഒരു വാനിലാണ് കൊണ്ടുവന്ന് നേരെ കൊണ്ടുവരുന്ന വേളിയിലാണ് വെച്ചാണ് ഇവൾ ആദ്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തത്. ഇവനെ കൊല്ലണമെന്ന്. ഒരു കാരണവശാലും ഇവൻ ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യൻ ഇവളെ വിട്ട് പോവില്ല എന്നുള്ള മറുപടി ഇവൻ നൽകിയത് വേളി വെച്ചിട്ടാണ്. ഞാൻ നിന്നെ വിട്ട് പോവില്ല, നീ എൻ്റെ കൂടെ ജീവിക്കണമെന്നും അവൻ ഉറപ്പിച്ചു പറഞ്ഞു. അന്നേരമാണ് ഇവൾ ആദ്യമായിട്ട് ചിന്തിച്ചത് ഇവനെ കൊലപ്പെടുത്തണം. അങ്ങനെ തെളിവെടുപ്പിന് വേളി കൊണ്ടുവന്നു. കൊലപ്പെടുത്തേണ്ട ആവശ്യം എന്തായിരുന്നു ഷാമി? അത് മാനമര്യാദയ്ക്ക് പറഞ്ഞാൽ ആ പയ്യൻ പോകത്തില്ലായിരുന്നു. എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഈ തെളിവെടുപ്പിന് വേളിയിൽ വന്ന വീഡിയോ വേളിക്കാണ് തെളിവെടുപ്പിന് ഇവളെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന മറ്റു ഈ പോലീസുകാരാണല്ലോ ഓരോ കേസുകളും കാര്യങ്ങളും തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതും കോടതിയിൽ കൊണ്ടുപോകുന്നതും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരെ ഫസ്റ്റ് വിളിച്ചറിയിക്കുന്നത് പോലീസുകാരായിരിക്കും. പിന്നെ കുറെ പേര് അറിഞ്ഞു വരുന്നത് അങ്ങനെ. അപ്പോൾ ഓരോ ഹിന്റ് കൊടുക്കുന്നത് ഇന്ന മാധ്യമങ്ങൾക്ക് അവരാണ്. അപ്പോൾ അന്ന് പോലീസുകാർ എന്താണ് ഇന്നുണ്ടോ തെളിവെടുപ്പ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്നൊന്നുമില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞു എന്ന് പറയുന്നത്. കാരണം
എന്തിനാ അങ്ങനെ പറയണല്ലേ? ഈ പറയണ ഗ്രീഷ്മയുടെ മുഖം മാധ്യമങ്ങളിൽ വരാതിരിക്കാനായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസുകാരുടെ ആ ഒരു വ്യഗ്രത, ഒരു ചെക്കനെ ഇതുപോലെ കൊന്നിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്താണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പിടി കിട്ടുന്നില്ല. പക്ഷെ ഇങ്ങേർക്ക് ശ്യാംബാബു നല്ല ബുദ്ധിയുള്ള ആളായതുകൊണ്ടും നമ്മുടെ പോലീസുകാരുടെ, കേരള പോലീസിന്റെ ഒക്കെ മൈൻഡ് അറിയുന്നത് കൊണ്ടും പുള്ളിയുടെ ഇത് ലോഗമൊക്കെ മാറ്റി, വണ്ടിമൊന്ന് മാറ്റി അവിടെ തന്നെ നിന്നു. അങ്ങനെ പുള്ളി നിന്ന കാര്യങ്ങളും പിന്നീട് ഉണ്ടായ കാര്യങ്ങളുമാണ് പറയുന്നത്. ഇപ്പൊ പോലീസുകാർക്ക് അവിടെ റൂമിലിരുന്നാൽ തന്നെ ഈ ഫ്രണ്ടിലെ വണ്ടികളും കാര്യങ്ങളെല്ലാം കാണാനുള്ള ക്യാമറ കാര്യങ്ങളും ഉണ്ടെന്ന് പുള്ളിക്ക് അറിയാം. അപ്പൊ എന്തായാലും അന്ന് തെളിവെടുപ്പിന് പോലും മാധ്യമങ്ങൾ വരാതിരിക്കാൻ പോലീസുകാർ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നതിനെ പറ്റിയും ശ്യാംബാബു പറയുന്നുണ്ട്. എന്താല്ലേ, ആരെയാണ് ഈ പോലീസുകാർ സംരക്ഷിക്കാൻ നോക്കണേന്ന് നോക്കല്ലേ? ഈ കട്ടാൻ പോയ സൈനികരല്ലേ, അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഇല്ല അവനേ ഉള്ളു തട്ട്. അത് നമുക്കിപ്പോ പറയാൻ പറ്റും. ഗ്രീഷ്മയുടെ ഒരു മൈൻഡാണെന്നേ. ഗ്രീഷ്മയുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെ ഇത് തട്ടിക്കളയുക എന്നുള്ള ഒരു ലെവലിലേക്ക് എന്തിനാണ് കൊണ്ടെത്തിക്കുന്നത്? ഇത് ആദ്യം മാനമര്യാദയ്ക്ക് ഷാരോണിനോട് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ ആ അവസാനം വെച്ചിരിക്കുന്ന മെസ്സേജിലും തീരെ വയ്യാതെ കിടക്കുന്ന ആ ഒരു മെസ്സേജിൽ അവൻ പറഞ്ഞിരിക്കുന്നത് എന്നെ വിട്ട് പോവല്ലേ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആ മെസ്സേജിനകത്തുണ്ട്. എന്നെ വിട്ട് പോവല്ലേടാ, എനിക്ക് തീരെ വയ്യ, സംസാരിക്കാൻ പറ്റുന്നില്ല, അതാ ഞാൻ ഫോൺ വെച്ചത്, എന്നെ വിട്ട് പോവല്ലേടാ എന്ന് പറഞ്ഞു. അതാണ് അവന്റെ അവസാനത്തെ മെസ്സേജ്. അത് കഴിഞ്ഞ് പിന്നെ അവൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഈ സ്ക്രീൻഷോട്ടൊക്കെ ഇത് പുറത്തു വന്നെയാണ്. അപ്പം ഇത് ഗ്രീഷ്മ അങ്ങനാണ്. ഗ്രീഷ്മ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ട് ഞാൻ ലവ് ഇരുന്നപ്പോഴാണ് കേട്ടോ, ഞാൻ തെളിവെടുപ്പ് പോലീസിനോട് പറയാണ്, നിങ്ങൾ ഏത് വിഷ്വല് ഗ്രീഷ്മയുടെ തെളിവെടുപ്പെടുത്തു, അതിൽ ഗ്രീഷ്മയുടെ കൂടെ ഗ്രീഷ്മ നീല ചുരിദാറിട്ടാണ് ആ തെളിവെടുപ്പിന് വരുന്നത്. തൊട്ടടുത്ത് നീല ഷർട്ടിട്ടിരിക്കുന്നത് ഞാനാണ്. എല്ലാ മാധ്യമത്തിന്റെയും ഇരിക്കുന്ന ആവശ്യം ഞാൻ എടുത്തതാണ്. അത് എനിക്ക് മാത്രം ഉണ്ടായിട്ടുള്ള എനിക്ക് മാത്രമുള്ള സാധനമാണ്. അതിന്റെ കൂടെ ഞാൻ നടക്കുന്നുണ്ട്. ഇത് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് പറയുന്നത് അതെ, ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ് അവനെന്നാ പറഞ്ഞത്, ഇവിടെ ഇരുന്നപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഈ മറ്റേ കൂടുതലുള്ള ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പള്ളിയിൽ കൊണ്ടുപോയി. പള്ളിയിൽ കൊണ്ടുപോയപ്പം ഇവിടെ നിന്ന് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഇവിടെ നിന്ന് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം DSP ചോദിച്ചു, അപ്പം നീ അവൻ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് ചിന്തിച്ചു, നീ എപ്പോ എന്തോ ചിന്തിച്ചത്? ഞാനവനെ തട്ടിക്കളയണമെന്ന് വിചാരിച്ചത്. എനിക്ക് തട്ടിക്കളയാക്കാൻ ചിന്തിച്ചത്. അപ്പൊ DSP ചിരിച്ചു. ഈ വീഡിയോ ഭയങ്കര വിവാദമായി. ആ വീഡിയോ വിവാദമായി. ഞാനിത് ഇവിടെ കൂടെ ഇങ്ങനെ നടന്ന് ഇത് ഇവിടെ പറയുന്നതെല്ലാം കേൾക്കുകയാണ്. ഞാൻ അത്ഭുതത്തോടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണുന്നത്. എന്റെ സത്യമാണ് കേട്ടോ. അന്ന് ഈ വേളി പള്ളിയിൽ ഈ തെളിവെടുപ്പിനൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ആ വീഡിയോസ് വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ശ്യാംബാബു പറയുന്നത് കറക്റ്റാണ്. ബ്ലൂ ഷർട്ട് ഇട്ടിട്ട് ഈ വേറെ മാധ്യമപ്രവർത്തകരൊന്നുമില്ല, പുള്ളിയാണ് അതിലെ അവിടെ ഇവിടെയൊക്കെ അവരടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നേരിട്ട് അവള് പറയുന്നത് കേൾക്കാൻ പറ്റി. പള്ളിയുടെ അകത്ത് വെച്ചിട്ട് ആ പോലീസുകാരെ ചിരിക്കണതൊക്കെ ഇപ്പോഴും നമ്മളത് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കഷായം ഗ്രീഷ്മ എന്നടിച്ച് ഷാരോൺ കേസ് എന്നൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും. അന്ന് ഒരുപാട് പേര് പിക്നിക് ലെവലിലാണോ ഈ ഒരു പ്രതിനെ കൊണ്ട് നടക്കണേന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിവാദമായ ഒരു വീഡിയോ ആണ് അത്. കാരണം പള്ളിനടയിൽ വെച്ച് കല്യാണകാര്യം ഷാരോൺ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവന്റെ ജീവിതത്തിൽ പോവില്ല, എനിക്ക് ആ സൈനികനെ കല്യാണം കഴിക്കണം, അതുകൊണ്ട് ഇവനെ തട്ടിക്കളയണതിനെ പറ്റി അവൾ ആ പള്ളിയിൽ വെച്ചിട്ട് ആലോചിച്ചിരുന്നേന്ന് കേട്ടത് ആ പോലീസുകാരന്ന് ചിരിച്ചത്. ശരിയാണ്, അത് കറക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോ വീണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പല ക്രൈം സീനുകളിലും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഈ ജോളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടത്തായി ജോളിയൊക്കെ കണ്ടിട്ടുണ്ട്. ജോളിക്കൊന്നും ഇല്ലാത്ത ഒരു ഗഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എങ്ങനെയാ പറയണ്ടത്? ഒരു കുറ്റബോധമില്ലായ്മ. എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി മാരകമായിട്ടുള്ള അവസ്ഥയാണ്. എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു? ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു? ഒരു മനുഷ്യനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അയാളെ പ്ലാൻഡ് ആയിട്ട് വീട്ടിൽ വിളിച്ചു വരുത്തി അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം അയാൾക്ക് കഷായത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ അയാളോട് പിന്നീട് അപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പയ്യൻ രക്ഷപ്പെട്ടു പോയനാട്ടോ. ആ സമയത്ത് പറഞ്ഞില്ലെങ്കിലും പയ്യൻ പോകില്ലായിരുന്നു എന്നാണ് കുറച്ചുമേ പറഞ്ഞത്. പയ്യൻ ഒരിക്കലും ഗ്രീഷ്മ വിട്ട് പോകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായിരിക്കാം ചിലപ്പോൾ ഗ്രീഷ്മ ഇതിലോട്ട് എത്തിച്ചത്. തട്ടിക്കളയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. യാതൊരുവിധ ആവശ്യമില്ല. കാരണം പറഞ്ഞില്ലെങ്കിൽ താക്കീത് ചെയ്യാം. താക്കീത് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഷാജോൺ ഇപ്പം മരിച്ചുപോയി, താക്കീതില്ലെങ്കിൽ വേറെ നിയമപരമായിട്ട് നീങ്ങാം. അത് ഷാജോണിനെതിരാണെങ്കിൽ പോലും അപ്പോഴും ഷാജോൺ ജീവിച്ചിരിക്കുമായിരുന്നു. അത് അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഗ്രീഷ്മ. നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ഇതൊക്കെ നോർമൽ ചിന്താഗതിയാണ്. ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഗ്രീഷ്മ ആ ലെവലിലുള്ള കുട്ടിയല്ല. ഗ്രീഷ്മ ചിന്തിക്കുന്നത്
ഇപ്പൊ ഞാനും പിന്നെ ഗ്രീഷ്മ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം എന്നെ ഭീഷണിപ്പെടുത്തിയാണ്. അത് എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ ആത്മഹത്യ ചെയ്യും, നിന്റെ പേര് എഴുതിക്കുന്നു. മനസ്സിലായോ? അത് അവൾ ചെയ്യില്ലെന്ന് നമുക്കറിയാവുന്നത്. നമ്മൾ അതിനെ വേറൊരു മാധ്യമപ്രവർത്തനം ഇവളെ മനസ്സിലാക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ആ വാർത്ത പിടിച്ചു നിർത്തിയാനെ. കാര്യം പോലീസും പറയുന്നില്ലല്ലോ, പോലീസും ആദ്യഘട്ടത്തിലൊന്നും പറഞ്ഞില്ല ഇവളാണ് ഇത് ചെയ്തിരിക്കുന്നത് പറയുന്നല്ലോ. ബാക്കിയുള്ള അങ്ങനെ നമ്മൾ ഈ സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ എൻ്റെ വായിൽ നിന്ന് ഒരു നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ട്. ആ സൈനികനെയും അവൾ തട്ടിക്കളയെന്ന് പറഞ്ഞ് അതിൽ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ നാക്കുപിഴയാണ്, മനുഷ്യനാണ്, നാക്കുപിഴ സംഭവിക്കും. അപ്പൊ അങ്ങനെ നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഈ കാര്യത്തിൽ ഞാൻ അപ്പോ നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ഗ്രീഷ്മ നിസ്സാരകാരിയല്ല. അതായത് നമ്മുടെ സൈനയുടെ ജോളിനെ പോലും ഈ ശ്യാംബാബു കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതൊന്നൊന്നുമല്ല, ഇവള് അതിനൊക്കെ മേലെയുള്ള ഒരു മൈൻഡ് സെറ്റാണ്. കാരണം അവൾക്ക് യാതൊരുവിധ കുറ്റബോധങ്ങളോ ഒരു തെറ്റാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്നെ ഇനി ശിക്ഷിക്കുവോ അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ ജീവിതം ജയിലിനുള്ളിലാവോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഷാരോണിൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഷാരോണിൻ്റെ ഒപ്പമുള്ള ദിവസം അങ്ങനെ ഒന്നും യാതൊരു ചിന്തയോ ഒരു ഇതൊന്നുമില്ല. അങ്ങോട്ട് ചിന്തിച്ചു പ്ലാൻ ചെയ്ത് അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. അത്രയുള്ളൂ അവൾക്ക്. ഒരു എന്താ പറയുക, ഒരു അത്തരത്തിലൊരു മൈൻഡ് സെറ്റ്, ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ജോളി പോലും പല സമയങ്ങളിലും പശ്ചാത്താപിച്ച് പോയിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലും ഇല്ലാത്ത ഒരു കഷായം ഗ്രീഷ്മ അല്ലെ. ഈ പറയുന്ന കഷായം ഗ്രീഷ്മ ഇപ്പൊ നാഗർകോവിലാണെന്നാണ് പറയുന്നത്. പോലീസുകാരും മേലധികാരികൾ എല്ലാവരും അവളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാണ് ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. ഇനി കേസ് തമിഴ്നാട്ടിൽ കൂടി ആവുകയാണെങ്കിൽ തീർന്നു. ഈ പറയുന്ന ഷാരോണിന്റെ മരണത്തിനോ ഷാരോണിന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഷാരോൺ അവളോട് കാട്ടിയ സ്നേഹത്തിനോ ഒന്നിനും ഒരു നീതിയും കിട്ടില്ല. ഈ പറയുന്ന അമ്മാവനും അമ്മയൊക്കെ തെളിവുകൾ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ച കുറ്റത്തിനാണ് അവര് ശിക്ഷ ഉണ്ടായിരുന്നത്. അച്ഛനോ യാതൊരു പങ്കുമില്ല. പുള്ളിക്കാരൻ ജോലിക്ക് പോയി കാണും. ഒരു പക്ഷെ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ലായിരുന്നു. എന്തോ ഭാഗ്യം അദ്ദേഹം ഉണ്ടായില്ല. ഷാരോണിന്റെ ഭാഗ്യക്കേട് അല്ലെങ്കിൽ ഇതൊന്നും ചിലപ്പോൾ ഒരു പക്ഷെ സംഭവിക്കില്ലായിരുന്നു. വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടാണ് ഇതുപോലെ അവര് പറഞ്ഞ പോലെ തന്നെ കൊല്ലേണ്ട ഒരു കാര്യമില്ല അല്ലെ. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കണം അല്ലെ. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അവന് വേറൊരു കുറച്ച് നാൾ കഴിഞ്ഞാലെങ്കിൽ അവന് വേറൊരു ലൈഫ് നല്ലത് കിട്ടിയാൽ ഒരു പക്ഷെ ഇവൾക്ക് മാറ്റം വന്നെങ്കിലോ ആയിരുന്നു. പക്ഷെ ഈ പറയുന്ന സൈനികന് അദ്ദേഹം ഭാഗ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ അവള് സൈനികനെ ഷാരോൺ പോയില്ലായിരുന്നെങ്കിൽ സൈനികനെ കെട്ടവൾക്ക് പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരറിയാതെ പിടിക്കാനുള്ള കാര്യങ്ങൾ കണ്ണിങ്ങായിട്ട് കണ്ടെത്തി റിസർച്ച് ചെയ്ത് ഇമാതിരി ചെയ്ത് സമ്മതിക്കണം പുള്ളിക്കാരീനെ അല്ലെ. അപ്പൊ ഇനിയിപ്പൊ കഷായം ഗ്രീഷ്മകളെ പോലെ ഒരുപാട് ഗ്രീഷ്മകൾ ഇനിയും വരാൻ കിടക്കും. ഈ കേസിലെ വിധി വെറുതെ അവളെ രക്ഷപ്പെടുത്തി വിടുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഗ്രീഷ്മകള് ഇനിയും സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. തെറ്റ് അത് ആര് ചെയ്താലും പെണ്ണ് ചെയ്താലും ഒന്ന് തന്നെയാണ്. ശ്യാംജിത്ത് വിഷ്ണുപ്രിയോട് ചെയ്തത് എന്താണോ അതുപോലെ അത്രയും ക്രൂരമായ അതിനേക്കാൾ ക്രൂരമായ പച്ച വെള്ളം ഇറക്കാൻ പറ്റാണ്ടാണ് ഷാരോണിനെയും കൊന്നത്. അപ്പൊ അതുപോലെ നല്ലൊരു വിധി, കോടതി വിധി ഉണ്ടാവണം, ശിക്ഷ കിട്ടണം, ജീവപര്യന്തം തന്നെ കിട്ടണം. അതല്ല കൊലക്കയറ് കിട്ടണമെങ്കിൽ അത്രയും നല്ലത്. അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ ബൈ.